ചേച്ചി ആര് വന്നേ നോക്ക് ചേച്ചി. ഹലോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഹോസ്റ്റലൊക്കെ സെറ്റ് അല്ലേ? ഓ സെറ്റ്. അയ്യോ എന്റെ ഊപ്പാട് വന്നു. എന്തോന്ന് വലിയ ചെയ്ത് ഒരുപാട് നേരമല്ലേ ഊപ്പാടെന്ന് പറയാൻ തുടങ്ങിയിട്ട്. ആ നിർത്തി, ഞാൻ പറയൂല പോലെ. ആ കൺമണി വന്നാ? ആ വല്യമ്മ. ആ നിക്ക്, എന്നോട് മിണ്ടാ നിക്കണ്ട. എന്താ എത്ര ദിവസമായി അവിടെ വന്നിട്ട്? എന്നെ വിളിച്ചോ അല്ല എന്നെ കാണാൻ വന്നോ? എന്തോ വല്യമ്മ ഇത്? ചുമ്മാ ഓർത്തല്ലേ. നല്ല കുഞ്ഞാണേ. വല്യമ്മ കുട്ടുമാ എവിടെ? എവിടെ പോയി? നിനക്കൊക്കെ എന്തടാ? ആര് വന്നാര്? ആര് അടിക്കാൻ വന്ന? ആരെന്ത്? ഇതെന്തോന്ന് ഇവിടെ? ഇത് ആരടിക്കാൻ വന്ന്? ഇവിടെ എപ്പോ വേണേലും അടി നടക്കാം. ആര് ആരെ എപ്പോ എന്നൊന്നും പറയാൻ പറ്റില്ല. പണ്ട് അങ്ങനെ വലിയച്ഛനായിരുന്നല്ലോ, ഇപ്പൊ വലിയ റിട്ടയർഡായി. ഇപ്പൊ മകനാ കേശു. എടി മക്കളെ കൺമണി, കുട്ടുമാവ. ഇത് സുരേന്ദ്രൻ അളിയന്റെ മോളല്ലേ? നീ വളരെ കോളേജ് പോലെ ആയല്ല. അതെ, കുട്ടുമാമന്റെ കൂടെ ഒരാള് വന്നായിരുന്നു, എന്താ ശ്രദ്ധിക്കാത്ത? ഹായ് കുട്ടുമാമി. ഹായ് സുരേന്ദ്രന്റെ മോളല്ലേ? അതെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവൾ ഇവിടെ വരും, അഡ്മിഷൻ കഴിഞ്ഞാൽ കോളേജിൽ പോകുന്നൊക്കെ. അതെന്ത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ പറഞ്ഞത്? അത് എന്റെ അടുത്ത് പറഞ്ഞു. ഗൗരിയുടെ മുമ്പ് ചേട്ടനല്ല ഞാൻ അടുത്ത് പറഞ്ഞത്. ഞാൻ കേട്ടൊന്നുമില്ല. കാര്യം പഞ്ഞായിരുന്നാ? അളിയൻ മനസ്സിൽ വിചാരിച്ചാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതായിട്ട്. വാക്കായിട്ട് വെളിയിൽ വന്ന് കാണൂല. മനസ്സിൽ ഇപ്പൊ ഒന്ന് ഞാൻ വരിക്കണം. പറയട്ടാ നിന്റെ അടുത്ത് പറയട്ടാടാ. അയ്യയ്യേ എന്തൊരു സ്വഭാവമാണ് നോക്കണേ. ഇത് കൂടി വരുവാണല്ലോ. ആ കൊച്ചിങ്ങോട്ട് വന്ന് കയറിയിട്ടേ ഉള്ളൂ. അതിന് മുമ്പേ ചങ്ങ് തുടങ്ങിയ. ആ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ അവിടെ വെച്ചിട്ട്? എന്റെ അടുത്തുള്ള ദേഷ്യമാണ് ഇതീക്കണേ. കൊച്ച ഞാൻ നിന്റെ അടുത്ത് ഞാൻ എന്ത് ദേഷ്യം തീർക്കാൻ? അച്ഛൻ ഈ സ്വഭാവം മാറ്റാറായില്ല അച്ഛാ. ഈ അച്ഛനൊരു കുഴപ്പമുണ്ട്. ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ അത് വേറൊരാളുടെ അടുത്ത്. അതൊക്കെ ഭയങ്കര മോശമുണ്ട് അച്ഛാ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടാ, എനിക്ക് വേറെ തോന്നരുത്. നീ ഇവിടെ കുടുംബം തുലയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കണത്, കുഴിപ്പള്ളത്ത് പോകാതെ. ബാലു, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേല ഒരിക്കൽ പോലും എന്റെ കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞേക്കരുത്. അളിയന് വിഷമം തോന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ എന്ന് ഇവിടെ വന്ന് കയറിയോ അന്ന് പോലെ അളിയന്റെ സമയം തെറ്റിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗൗരി, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാം. ഞാൻ ഈ കുറെ നാളുകൊണ്ട് ഈ സംസാരം കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളെ ഇറങ്ങി പോകാൻ പറയുന്നല്ലേ? ഇറങ്ങി വിടാമില്ലേ? എന്തോന്ന് വലിച്ച ഇത് തെറിവിളിയും ബഹളമൊക്കെ? അയ്യോ ഇപ്പൊ ഇങ്ങനെ ഈ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതോറും ഇങ്ങനെ തെരയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ കേൾക്കാത്ത തെരയൊക്കെയാ. അയ്യോ വല്യമ്മ, ഇത് നമ്മുടെ കുടുംബത്തെ മാനം കെടുത്തു. ആ കുഴിപ്പളത്തമ്മ എപ്പോഴും പറയും എന്റെ ലച്ചുവിന്റെ അച്ഛന്റെ നാക്കുണ്ടല്ലോ ഒരു വല്ലാത്ത നാക്കാണെന്ന്. അയ്യോ മറ്റുള്ളവരുടെ നാക്കിനെ കുറ്റം പറയും. എന്തൊരു ഉത്സാഹമാണെന്ന് നോക്കണേ. അതേ സ്വന്തം നാക്കിനെ പറ്റി ആദ്യം പറ. വലിച്ച അലമ്പ തന്നെ. എല്ലാം കൂടെ കൂടി നിന്നും കൊണ്ട് നമ്മളെ വായിക്കോ. ഞാൻ ഇനി അടുത്ത ഈ പൊടി ഡപ്പി തുടങ്ങും പറയാൻ. അവൾ ഓൾറെഡി പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഇപ്പൊ. വായിക്കോ എല്ലാത്തിനും. കൊച്ചു വരെ പറഞ്ഞു തുടങ്ങി.